തലസ്ഥാനത്തു നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ നവീകരണത്തിനായി യോഗം വിളിച്ച് ആഭ്യന്തര സെക്രട്ടറി. നിലവിലെ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതും ചർച്ച ചെയ്യും. നാളെയാണ് യോഗം ചേരുക. തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണോ മോടി കൂട്ടുന്നതിനാണോ? എന്താണ് അവിടെ ഒരു സുരക്ഷാ ഭീഷണി? ഇടയ്ക്കിടെ പ്രകടനങ്ങൾ അങ്ങോട്ട് നടക്കുന്നുള്ളത് ശരിയാണ്, പക്ഷേ കാൽനട പോലും ബുദ്ധിമുട്ടുള്ള ഒരു സംവിധാനമായി ആ വഴി മാറിയിരിക്കുകയാണ്. കവടിയാറിൽ നിന്ന് നന്ദൻകോട്ടിലേക്കുള്ള വഴിയിൽ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി പേർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇപ്പോൾ അവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കാൽനട, വെറും നട, സൈക്കിൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ നിർത്തി പരിശോധനയ്ക്ക് വിധേയമായൊക്കെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കോട്ടയ്ക്ക് ഇനിയും ഉയരം കൂട്ടാനാണോ അതോ ഇനിയും കർശനമാക്കാനാണോ? എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ, എന്തൊക്കെയാണ് നവീകരണ പദ്ധതികൾ, എന്തൊക്കെയാണ് തെളിവുകൾ? രാജീവ്. ഗുഡ് മോർണിംഗ് പ്രദീപ് പിള്ള. ഏതായാലും ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വീണ്ടും ആഭ്യന്തര സെക്രട്ടറി യോഗം വിളിച്ചിരിക്കുന്നത്. നാളെ ഈ യോഗം ചേരും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണം, മോടി പിടിപ്പിക്കലൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടികളാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചത്. ഒരുപക്ഷെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണവും മോടി പിടിപ്പിക്കലുമൊക്കെ യഥേഷ്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. 3 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1,82 ലക്ഷം രൂപയാണ് ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലെ കർട്ടൻ മാറ്റുന്നതിൽ തുടങ്ങി കാലിത്തൊഴുത്ത് നിർമ്മാണം വരെ ഇത് നീളുന്നു. കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് മാത്രം 23 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിനൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായാണ്. അതായത് ക്ലിഫ് ഹൗസിൽ സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് 92 കോടി രൂപയാണ്. 92 കോടി രൂപ ചെലവഴിച്ചാണ് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ക്ലിഫ് ഹൗസിൽ നേരത്തെയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഉള്ളപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആ സാഹചര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് പോലും ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശനമില്ല. ഏതെങ്കിലും തരത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് ആളുകൾക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അനുമതി വാങ്ങണം. മാത്രമല്ല, റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് പോലും കർശനമായ വിലക്കുകളുണ്ട്. ആ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏതായാലും യോഗം വിളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ക്ലിഫ് ഹൗസിൽ ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ അത് ഏത് രീതിയിൽ വേണം എന്നത് സംബന്ധിച്ചും വളരെ വിശദമായി തന്നെ ചർച്ചകൾ നടക്കും. കാരണം ഇനിയുള്ള മാസങ്ങളിൽ ഈ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതിനൊപ്പമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പല സംഘടനകളുടെയും ഭാഗത്ത് നിന്നും ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് പ്രതിഷേധം നടത്തുകയും അത് ലാത്തിചാർജിൽ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ക്ലിഫ് ഹൗസിൻ്റെ സുരക്ഷ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ SISFനെയാണ് ക്ലിഫ് ഹൗസിൻ്റെ സുരക്ഷാ ഡ്യൂട്ടികൾക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ഈ റോഡുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും കടക്കും. അടുത്ത 1 വർഷം കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ക്ലിഫ് ഹൗസിൽ കൊണ്ടുവരണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെയാണ് യോഗം ചേരുക. ആഭ്യന്തര സെക്രട്ടറി വിളിച്ച യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൻ്റെ രേഖകളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ യോഗം വിളിച്ചതിൻ്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രദീപ് പിള്ള. ശരി, രാജീവാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. ആഭ്യന്തര സെക്രട്ടറി യോഗം വിളിച്ചിരിക്കുകയാണ്. വിഷയം ക്ലിഫ് ഹൗസിൻ്റെ നവീകരണവും സുരക്ഷയും ആണ്.